കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ വിഷു അതിഗംഭീരമായിട്ടുള്ള ആഘോഷമായിരുന്നു. അതിഗംഭീരം തന്നെ പറയാം. അത്രയും മാത്രം ഭക്തജനങ്ങൾ ഭഗവാനെ ദർശിച്ച ദിവസം. ഇതാ പടക്കങ്ങൾ പൊട്ടണു ഇപ്പോഴും. അപ്പോൾ നമുക്ക് എന്തായാലും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്ന് മഞ്ജുളാലിനെ ഒന്ന് കണ്ട് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ വീടും കെടാവിളക്കും ഒക്കെ കാണാം. അത് കണ്ട് വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇടത്തെ കാലിങ്ങനെ കുറച്ച് താഴത്ത് കിടക്കുന്നുണ്ട്, താത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കാൽത്തളകൾ കാണാണ്ട്. പിന്നെ വലത്തെ കാലും ഇങ്ങനെ തന്നെ. അന്ന് രസമുണ്ട്. ഇന്ന് ചെറിയ ഉണ്ണിയാട്ടോ, വിഷുവായിട്ടേ നല്ല തടിച്ചു വരേണ്ട ഒരു ഉണ്ണി, പക്ഷേ ചെറിയ ഉണ്ണിയാണ്. അപ്പോൾ ഉണ്ണി എന്താ വെച്ചാൽ മലന്ന് കിടന്നിട്ടുണ്ട്. ആ വലത്തെ കാലിൻ്റെ പെരുവിരൽ ഇങ്ങനെ വായയിലേക്ക് എത്തിച്ച് അങ്ങനെ നുണയാണ്. അതാണ് ഉണ്ണാണ്. അത് വലിയ കാര്യമാണ്. ഇന്ന് വേറെ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയണത്. ഈ വിഷു സദ്യയൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ എന്താ ഉണ്ണി ഇങ്ങനെ പറയണതാണാവോ. എന്തായാലും വളരെ രസമായിട്ട്. അപ്പോൾ ആ വലത്തെ കാലിൻ്റെയും കാൽത്തളകൾ കാണാണ്ട്. പിന്നെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മലന്ന് കിടക്കുകയാണ്. മലന്ന് കിടന്നിട്ട് ഇങ്ങനെ കാലിൻ്റെ പെരുവിരലിങ്ങനെ ഉണ്ണുകയാണ്. അങ്ങനെ കിട്ടില്ലേ, കിട്ടില്ല. ആ പെരുവിരലിൻ്റെ തലപ്പ് ഇങ്ങനെ കടിക്കില്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ്. എന്നാലും അതിൻ്റെ ശ്രമത്തിലാണ്. നല്ല പുഞ്ചിരിയും. ഇതൊന്നുമല്ല, എനിക്കൊന്നും തന്നിട്ടില്ല, ഞാനിന്നിപ്പോൾ ഇതാ കഴിക്കണമെന്ന് പറഞ്ഞിട്ടേ. എന്തായാലും നല്ല രസമായിട്ടുള്ള കാഴ്ച. അങ്ങനെ ആ മാറത്തൊരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല കാണാനുണ്ട്. അതേപോലെ കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. തിരുനെറ്റിയിലൊരു ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്. നല്ല രസം. ചെറിയൊരു ഉണ്ണി പറഞ്ഞാൽ അത് നല്ല എന്താ പറയുക, അരയും തലയും ഒത്ത ഒരു ഉണ്ണി എന്ന് പറഞ്ഞില്ലേ, അതേമാതിരിയാണ്. അങ്ങനെ മലന്ന് കിടക്കുമ്പോൾ വളരെ രസമായിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടോളൂ കേട്ടോ. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിലാണ്. ഇന്നിപ്പോൾ രാവിലെ വിഷുവിൻ്റെ തൊഴുത് ഇട്ടായിരുന്നു. അതിപ്പോൾ സോപാനപ്പടിയിലൂടെ തന്നെയാണ് കിട്ടിയിരുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ തിരുമുടിമാലകൾ 2 തിരുമുടിമാല ഉണ്ട്. തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളത്. അതേപോലെ ഉണ്ടമാല ഒരെണ്ണം, അതും തുളസി തെച്ചി വെളുത്ത പൂവ്. അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് ഞങ്ങളുടെ മനസ്സുകൊണ്ട് വിചാരിക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. വിഷുദിനത്തിൽ ഇപ്പോൾ കാണുന്നതും വിഷുവിൻ്റെ കാഴ്ച തന്നെയാണ് ഞങ്ങളുടെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അങ്ങനെ തൊഴുതിറങ്ങുക. സോപാനപ്പടിയിൽ നിന്ന് തൊഴുതിറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത്, അതേപോലെ താലിലക്കണ്ണനെ അവിടെ ചുവരിൻ്റെ മുകളിലുണ്ട്, അതും കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെയും കണ്ട് തൊഴുത് നേരെ ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശൻ്റെ അവിടെ എന്താ വെച്ചാൽ ആ മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നല്ല പട്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ മാല, കിരീടം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതിയിലേക്ക് നോക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ വന്ന് കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നേരെ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അതോടെ നല്ല വെളുത്ത മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ നീല ശംഖുപുഷ്പത്തിൻ്റെ മാല ഉണ്ട്. തെച്ചിപ്പൂ കൊണ്ട് ചാർത്തിയിട്ടുണ്ട്.
പിന്നെ അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നരസിംഹസ്വാമിനെയും കൂടി കണ്ട് തൊഴുത് നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ ഒക്കെ കണ്ട് തൊഴാം. ശ്രീകൃഷ്ണനെയും കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. അതിനുശേഷം ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. അവിടെ നിന്ന് ധാരാളം മാലകളുണ്ട്. നല്ല വെറ്റില മാല ഉണ്ട്, ചുവന്ന തെച്ചിയുടെ മാല ഉണ്ട്, ധാരാളം കുങ്കുമമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നോക്കി മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും അതേപോലെ കൊടിമരമൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരി മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരിക. പുറത്ത് വന്ന് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങാം. അതിനുശേഷം എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തി നോക്കിക്കഴിഞ്ഞാൽ ഗോളകയാണ് മുഖത്തൊക്കെ. പിന്നെ നല്ല ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്. സ്വർണത്തിൻ്റെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണ നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ആ മലന്ന് കിടന്ന് ആ വലത് കായലിൻ്റെ വരുവരിൽ ഉണ്ണുന്ന ഉണ്ണിയെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. എന്നിട്ട് അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. അവിടെ ഇന്ന് മുഖത്ത് ചന്ദനം ആയിട്ടില്ല, കിരീടം വെച്ചിട്ടുണ്ട്. ധാരാളം മാലകൾ, സ്വർണത്തിൻ്റെ മാലകൾ ചേർത്തിട്ടുണ്ട്. കാതിലൊക്കെ കടുക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അപ്പം അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദൻ രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനിയുടെ പൂജിച്ച ആ ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്നിട്ട് ഭഗവാനെ ഒന്നുകൂടി നോക്കി തൊഴാം. പിന്നെ തെക്കേ നടയിൽ വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിയെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. വിഷുദിനത്തിലുള്ള എല്ലാ പൂജകളും ഒക്കെ കണ്ടു തൊഴാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.